ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് തയ്യാറാക്കുന്നത്. മധുരമുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടാതിരിക്കില്ല. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇത് ഗോതമ്പ് മാവ് ഉപയോഗിച്ചാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് അരിപ്പൊടി ഉപയോഗിച്ചും ഇത് ചെയ്യാം. പക്ഷേ ടേസ്റ്റ് എപ്പോഴും ഗോതമ്പ് മാവ് കൊണ്ട് ചെയ്യുമ്പോഴാണ്. അരിപ്പൊടിയൊക്കെ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ മിക്കപ്പോഴും ഈ ശർക്കരയ്ക്ക് പകരം പഞ്ചസാരയാണ് ഇടുന്നത്. ശർക്കര ഇട്ട് ചെയ്യണവരുണ്ട്. ഇതിനിപ്പോൾ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെയുള്ള ഐറ്റംസ് മാത്രം മതി. ഗോതമ്പ് പൊടി, ശർക്കര, തേങ്ങ, പിന്നെ നെയ്യ് ഇതിൽ ചേർക്കുന്നുണ്ട്. നെയ്യ് ചേർക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ നെയ്യ് ചേർത്തിനും പ്രശ്നമില്ല. അതുപോലെ കശുവണ്ടിപ്പരിപ്പ്, ഇത്രയേ ഉള്ളൂ. കശുവണ്ടിപ്പരിപ്പ് നെയ്യൊക്കെ ചേർക്കണം എന്നുള്ള നിർബന്ധമില്ല. തേങ്ങ വറുത്തിട്ടാലും ഇത് രസമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ തൊട്ടടുത്ത് ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ ഞാൻ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്യാനായിട്ട് ഓർത്തിരിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇവിടെ ഞാൻ 2 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. ആ ഗോതമ്പ് മാവിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒത്തിരി ചേർക്കരുത്, കാരണം ശർക്കരയിൽ ഉപ്പുണ്ടായിരിക്കും. അതുകൊണ്ട് കുറച്ച് മാത്രം ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഒരു മുറി തേങ്ങ ഒന്ന് ക്രഷ് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ അത് വെള്ളമൊന്നും ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. നമ്മുടെ ചപ്പാത്തിയുടെ ഒക്കെ പരുവത്തിന്, കുറച്ചുകൂടി ലൂസായാലും കുഴപ്പമൊന്നുമില്ല. ആ പരുവത്തിന് നമുക്കതൊന്ന് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്ക് എടുക്കാം. ചെറിയ ബോൾസ് മതി. വലിപ്പം കൂടിയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ചെറുതായിരിക്കുന്നതാണ് എപ്പോഴും ടേസ്റ്റ്. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ബോൾസായിട്ട് നമുക്കിത് മുഴുവനും റെഡിയാക്കി എടുക്കാം. ഇപ്പം എല്ലാം ഞാൻ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഞാനൊരു തവയിൽ ഇവിടെ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇതിട്ട് കൊടുക്കാം. ഈ വെള്ളം കളയാനുള്ളതല്ല, ഇതിൽ തന്നെ നമ്മൾ ഇത് റെഡിയാക്കി എടുക്കാനുള്ളതാണ്. അപ്പോൾ ആവശ്യത്തിന് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ശരിയാക്കുക. 300 ഗ്രാമോളം ശർക്കര ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഈ ശർക്കര വെള്ളത്തിൽ കിടന്ന് വേണം ഈ ബോൾസ് വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ അത് വേവട്ടെ. അപ്പോൾ ഇതിലേക്ക് ഇതിൻ്റെ ആ ഒരു ഇത് കുറുകിയിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിൽ ഒന്ന് കലക്കിയെടുക്കുക. ഇപ്പോൾ കൂടുതലായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ 1 ടേബിൾ സ്പൂൺ എന്നുള്ളത് അതിനാണ് കൂടുതലാക്കി എടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു 5-6 ഏലക്ക ഒന്ന് ചതച്ചിട്ടിട്ടുണ്ട്. പൊടി ആയാലും കുഴപ്പമില്ല. ഇനി നമുക്ക് കലക്കി വെച്ചിരിക്കുന്ന ഗോതമ്പ് മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു മുറി തേങ്ങയുടെ പകുതി തേങ്ങ ഒന്ന് മിക്സിയിലിട്ട് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ആ ഒരു തേങ്ങ കടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തേങ്ങ അടക്കം നമ്മൾ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഇതൊന്ന് ശരിക്കും കുറുകി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ഗ്ലാസ് തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ഗ്ലാസ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇത് മൊത്തത്തിൽ ഞാനിപ്പോൾ ഒരു തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമ്മൾ ഒഴിച്ചതും ഈ തേങ്ങാപ്പാലും കൂടി ആകെ ഒരു തേങ്ങയാണ് എടുത്തേക്കണത്. ഇതിലേക്ക് നമുക്ക് 2 സ്പൂൺ നറുനെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ഇളക്കുക. നന്നായി തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കശുവണ്ടിപ്പരിപ്പ് വറുത്തിടുക. കശുവണ്ടിപ്പരിപ്പിന് പകരം നമ്മൾ തേങ്ങ ചെറുതാക്കി അരിഞ്ഞ് വറുത്തിട്ടാലും മതി. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറായി കഴിഞ്ഞു. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. എപ്പോഴും നമ്മൾ കറിയൊക്കെ കൂട്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഒന്ന് കുറച്ച് മാറ്റി ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ വളരെയധികമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി ഒന്ന് താഴെ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.